നമ്മൾ തന്നെ സ്വയം ചിരിച്ചു പോവില്ലേ ചില ട്രോളുകളൊക്കെ നമുക്കെതിരായിട്ടാണോ ഞാൻ പറയുന്നത്. ഹായ് എവരിവൺ, രസകരമായ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾ ടെൻഷൻ അടിച്ചാണോ ഉള്ളത്? ഈ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ ഇല്ലാതാകും. നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ഇൻ്റർവ്യൂ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, എല്ലാം ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരുമിച്ച് കണ്ടുമുട്ടി. ഷാഫി പറമ്പിലിൻ്റെ ഗോഡമിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഏകദേശം 2 മണിക്കൂറോളം സംസാരിച്ചു. എന്തോ വലിയൊരു വിഷയം ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്, ആ കാര്യം ഞാൻ വീഡിയോയുടെ അവസാന ഭാഗം പറയാം. ഓക്കെ, അപ്പോൾ രസകരമായ ഇൻ്റർവ്യൂ ആണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. കുറച്ച് ദിവസത്തെ മുമ്പത്തെയാണ്, നിങ്ങൾ എന്തായാലും കേൾക്കണം, രസകരമാണ്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമ്മികൾക്ക് കുരുപൊട്ടുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട്, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രസകരമായ ഒരു ഇൻ്റർവ്യൂ കാണാം. ഓക്കെ, നമ്മൾ തന്നെ സ്വയം ചിരിച്ചു പോവില്ലേ ചില ട്രോളുകളൊക്കെ നമുക്കെതിരായിട്ട്? പദയാത്ര മതിയായിരുന്നു എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താ സംഭവിച്ചത്? അതല്ല, ഡബിങ് അല്ല, അത് റിയലാ. ഞങ്ങളിങ്ങനെ സൈക്കിളെ ഓട്ടി ഇങ്ങനെ വലിയൊരു കയറ്റം കയറുക. അപ്പൊ ഇതിന്ന് ഇറങ്ങി ഉന്തി കയറ്റാൻ പറ്റില്ലല്ലോ, ചവിട്ടി തന്നെ കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിങ്ങനെ കയറ്റം തിരുവനന്തപുരത്തിന്റെ സൈഡ് എത്തുമ്പോഴത്തേക്കും അടുപ്പിച്ച് ഭയങ്കര കയറ്റമുണ്ട്. അല്ല, നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, മറ്റേ മെക്കനൈസ്ഡ് അല്ലല്ലോ, മനുഷ്യൻ അധ്വാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു തമാശയായിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. അപ്പോഴേ പറഞ്ഞ പദയാത്ര മതിയായിരുന്നു. പദയാത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വേറെ കാര്യം. അപ്പോൾ മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പിന്നെ അതിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പം എന്നോട് ആരോ പറഞ്ഞത് അത് ലൈവാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത് അങ്ങ് ഒഴിവാക്കിയിട്ട്. പക്ഷെ ആ ഒഴിവാക്കാൻ പറഞ്ഞതും കൂടെ ചേർത്തിട്ടാ പിന്നെ ഓടിയെന്നുള്ളതാണ്, അതും കൂടെ ചേർത്തിട്ട് ഓടുന്നുള്ളതാണ്. ഇത് 100% ശരിയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. അതായത് ചില യൂട്യൂബേഴ്സ് ഉണ്ട്, എങ്ങനെയെങ്കിലും വ്യൂസ് കിട്ടണം. ഷാഫി പറഞ്ഞത്രേ അത് ഒഴിവാക്കിയിട്ട് നീട്, എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണതാണ്, അവന് അതും കൂടി ഇട്ടു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. കമന്റ് അതിന്റെ അടിയിൽ വരിക. ചിലത് വളരെ രസകരമായിട്ട്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നല്ല രസമുള്ള സാധനങ്ങളുണ്ട്. അന്ന് ട്രോള് വല്ലതും കിട്ടിണ്ടേ? ഇല്ലല്ലേ, ആകാൻ പോണതേ ഉള്ളൂ. കിടക്കല്ലേ, ഇപ്പോഴേ ഇതൊക്കെ കേട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. എങ്ങനെയും ഇപ്പോഴുള്ള പഠിച്ചിട്ട് കാര്യമില്ല, ആ സമയത്ത് അങ്ങനെ ഒന്നും പഴയത് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ വരുന്ന നോക്കാന്നുള്ളത് പുതിയ സിലബസ് ആണ് തന്നെ എപ്പോഴും ട്രോള്. രാഹുൽ പൊതുവെ TV ചർച്ചകളിൽ വലിയ താരമാണ്. ഷാഫി അധികം കാണുന്നുമില്ല. ഇപ്പൊ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ആണോ? അല്ല, ഒരാള് ചർച്ച കൂടുതൽ പെർഫോം ചെയ്ത് ബാക്കി ആർക്കും സ്പേസ് കൊടുക്കാത്ത. അന്ന് ഇതുപോലെ സ്റ്റാൾ വാർഡ്സ് ഉള്ള സമയത്ത് ഇപ്പൊ നമ്മളവിടെ കയറി ഇതിപ്പോ എന്നെ കളത്തുന്ന സെഷനാണ്. ഞാൻ പുള്ളിയെ കളത്തുന്ന സെഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങളെങ്ങനെ പറയും, പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചിലപ്പോ ഓരോ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയും, അവന്റെ ഒരു ഭാഗ്യം. അപ്പം ഈ പുറത്തുള്ള ആള് കേൾക്കാൻ വേണ്ടിയായിരിക്കും ഇത് പറയുന്നത്. പുള്ളിനെ ഞങ്ങള് സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് പുള്ളിയെ മാറ്റില്ല. പക്ഷെ പുള്ളി ഇങ്ങനെ അവരിങ്ങനെ കേൾക്കാൻ വേണ്ടി ഞങ്ങള് 1-2 ആൾക്കാർ പറയും, അവൻ എന്തൊരു വരുമാനം, എല്ലാ ദിവസവും ഏഷ്യാനെറ്റ് ആണെങ്കിൽ ഇത്ര കൊടുക്കും, 24 ആണെങ്കിൽ ഇത്ര കൊടുക്കും, മീഡിയ 1 ആണെങ്കിൽ ഇത്ര കൊടുക്കും, അല്ലെങ്കിൽ മനോരമയും മാതൃഭൂമിയും പിന്നെ റിപ്പോർട്ടറും ഇങ്ങനെ ഇനിയിപ്പോ 4th ഇതൊക്കെ ഇങ്ങനെ കൊടുക്കുന്നൊക്കെ. ഈ അപ്പുറത്തിലെ ആൾക്കാരിങ്ങനെ ഓഹോ ഇത്രയും പൈസ കിട്ടുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തൊരു രോമാഞ്ചമല്ലേ ഇവർ പറയുന്നത് കേൾക്കാൻ. ഞാൻ ആകെ ഷോക്കായി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നോക്കാം. പിന്നെ അതുപോലെ ഞാനൊരു ദിവസം സ്കൂളിൽ, ഞാൻ MLA എൻ്റെ സ്കൂളിലൊരു നീന്തൽക്കുളം ഉദ്ഘാടനത്തിന് പോയായിരുന്നു. അപ്പോൾ പിന്നെ അവിടുത്തെ ഇതിൻ്റെ ആങ്കറും അധ്യാപകനൊക്കെ അദ്ദേഹം പറഞ്ഞു, സാർ പിള്ളേരുടെ ആവേശമാണ്, സാർ പൂളിലിറങ്ങണം എന്ന് പറയാം. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്നും മടിച്ചു. അപ്പൊ അവര് മറ്റേ ഈ സിം ഷൂട്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു പിന്നെ സിം വെയർ എന്ന് പറയാവുന്ന തരത്തിൽ എനിക്കൊരു ബർമുടയും ഒരു പിന്നെ ഒരു ടീഷർട്ടൊക്കെ കൊണ്ട് തന്ന് അതൊക്കെ ഇട്ട് അപ്പം എനിക്കിങ്ങനെ ടെംപ്റ്റേഷനായി തുടങ്ങി. അപ്പോൾ അവർ പിന്നെ നിർബന്ധിച്ച് ഞാനതിട്ട്
ഞാൻ വയറക്കുള്ളിലേക്ക് പിടിച്ച്, കാരണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്ക് ഡൈവ് ചെയ്തപ്പോൾ പിള്ളേരെല്ലാം കൈയടിച്ച് ഞാൻ അങ്ങനെ നീന്തി കയറി അതൊക്കെ വന്നിട്ട് ഭയങ്കര രസമൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ സ്കൂളിൽ ഇതിങ്ങനെ ഉദ്ഘാടനത്തിന് പോയി, സ്വിമ്മിംഗ് പൂളിൽ നീന്തി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിന്റെ അടിയിൽ വന്നൊരു കമന്റാ, ഞങ്ങളുടെ അവിടെ ഒരു ശ്മശാന ഉദ്ഘാടനം അണ്ണനൊന്ന് വരാവോ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ ഓക്കെ, ബാക്കി കൂടി നോക്കാം. എന്നിട്ട് അവര് നാലാളോട് പറയുകയും ചെയ്യും, ഇതൊന്നും വെറുതെ അല്ല കേട്ടോ, എന്തൊരു വരുമാനമായിരിക്കും വിചാരിക്കുന്ന ഒരു വലിയ വലിയ ആളുകളുണ്ട് ഈ ചാനൽ ചർച്ചകൾക്ക്. അത് നമ്മൾ എത്ര തെറ്റിദ്ധാരണ മാറ്റാൻ ശ്രമിച്ചാലും മാറാത്തതായിട്ടുള്ള വലിയ ആളുകൾ. എല്ലാ ദിവസവും നമുക്കിതൊരു ഫിക്സഡ് ഏർണിംഗ് ആണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ. അല്ലേ ശരിക്കും അങ്ങനെ അല്ലായിരുന്നോ? അല്ല, ഫോർത്ത് ചർച്ച തുടങ്ങട്ടെ. ചാനലിൽ ജോലിയുള്ള ഫോർത്ത് ചർച്ച തുടങ്ങട്ടെ, നോക്കാം. അപ്പൊ ഇതിങ്ങനെ വിളിക്കാൻ രാഹുലിന് വേണ്ടി ഒരു മത്സരം ഉണ്ടോ ആങ്കേഴ്സിനിടയില്? അങ്ങനെ ഉണ്ടെന്നാണോ ഞാൻ പറയുന്നത്? സഭയിലൊരു ബഹളമുള്ള കുട്ടിയാണല്ലേ? അങ്ങനെയാണ് ബഹളം ഉണ്ടാക്കാറ്, സമ്മർദ്ദം പെരുമാറുന്നത്. ചിലപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് പ്രതിപക്ഷത്തിനൊരു അഗ്രസീവ്നെസ് കുറവാണ് എന്ന് ഒരു വിമർശനം പറഞ്ഞാൽ അങ്ങനെയില്ല. അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോൾ അത് ഓരോ തരത്തിലാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അഗ്രസീവ് ആവാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ സമരരൂപങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളും അങ്ങനെ ഭയങ്കര അലമ്പോ, അല്ലെങ്കിൽ ഇപ്പം അന്ന് മാണിസാർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്ന പോലത്തെ ഉണ്ടായ സീനൊക്കെ ഉണ്ടാക്കുക, അത് ചില ശൈലി വ്യത്യാസങ്ങളുണ്ട്. എന്ത് രസമല്ലേ, എന്ത് നല്ലൊരു കോംബോ അല്ലേ ഷാഫി രാഹുൽ കോംബോ. CPM-കാരാ, നിങ്ങൾ തകർത്തില്ലേ, നിങ്ങളോട് ദൈവം ചോദിക്കുമെന്ന് CPM-കാരോട് ഞാൻ പറയുകയാണ്. ഓക്കെ, ബാക്കി CPM-കാർക്കുള്ള മറുപടി കൊടുക്കാനുണ്ട്, ചുട്ട മറുപടിയൊക്കെ കൊടുക്കാനുണ്ട്. ഇതൊന്ന് തീരട്ടെ. ഓക്കെ, ബാക്കി കൂടി കേട്ട് നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പം CPM ഒരു രാഷ്ട്രീയമായ ഒരു ആരോപണത്തെ അല്ലെങ്കിൽ ഒരു വിവാദത്തെ ഏറ്റെടുക്കുന്നത് പോലല്ല കോൺഗ്രസ് ഏറ്റെടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും. അത് ഓരോ നേതാക്കന്മാരുടെ വാർത്താ സമ്മേളനമായോ പ്രസ്താവനയായോ അത് വേറിട്ട് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. അതിനൊരു സംഘടിത രൂപം പലപ്പോഴും കാണാറില്ല എന്നുള്ളത് പലതരത്തിൽ അത്തരം ഒരു വിമർശനം ഉയരാറുണ്ട്. പറഞ്ഞാൽ അതിങ്ങനെ പൊളിറ്റിക്കൽ തന്നെ ആയി പോവും. അതിലൊരു ശൈലി വ്യത്യാസം ഉണ്ട്. ഇപ്പം വളരെ പേഴ്സണലായിട്ടുള്ളൊരു വേട്ടയാടലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വീണ് കിട്ടുമ്പോഴത്തേക്കും അതിനെ അങ്ങ് പിന്നെ ഗ്രാബ് ചെയ്ത് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്നും നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ ആണെങ്കിൽ വ്യക്തിപരമായ ആക്രമിക്കണം അല്ലെങ്കിൽ പേഴ്സണലി ടാർണിഷ് ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം, അങ്ങനത്തെ ഡിസിഷൻസും വരാറില്ല, അങ്ങനത്തെ ഡയറക്ഷൻസും കമ്പാരിറ്റീവ്ലി വരാറില്ല. ഇതൊരു മോശം കാര്യമല്ല. ഇങ്ങനെ കോൺഗ്രസ് അങ്ങനെ ഈ അഗ്രസീവ്നെസ്സിന്റെ മാനദണ്ഡം ഉണ്ടല്ലോ. അഗ്രസീവ്നെസ്സിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞപ്പോൾ ബസ് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കണം, ആളുകൾക്ക് പരിക്കുപറ്റണം, ജീപ്പ് കത്തിക്കണം, അങ്ങനെ ടെറർ ആകണം. അതാണ് അഗ്രസീവ്നെസ് എന്നുള്ളൊരു ഇതില്ല. ഇപ്പം ഒരു കോൺഗ്രസിന്റെ പ്രകടനം കടന്നു വരിക, ഒരു ഹർത്താൽ പ്രകടനം കടന്നു വരികയാണെന്ന് വെച്ചു. അപ്പോൾ പോലും ഒരു ഭയവും ഇല്ലാതെ ആളുകൾക്ക് ആ പ്രകടനത്തിന്റെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ഈ രാജ്യത്ത് ഇത്രയും കാലം കോൺഗ്രസിനെ നിലനിർത്തിയ ഫാക്ടർ അത് തന്നെയാണ്. 100% രാഹുൽ പറഞ്ഞത് ശരിയാണ്. കമ്മികൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ ഈ ഒരു സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. കോൺഗ്രസിനകത്ത് സ്ത്രീ പ്രാതിനിധ്യം എങ്ങനെയാണ് അന്ന് സ്വയം അനുഭവപ്പെട്ടിട്ടുള്ളത്? എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ട്? ഇപ്പോൾ ഒരു പോസ്റ്റിൽ എത്തുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോസ്റ്റിലേക്കായിട്ട് സ്ത്രീകളെ പരിഗണിക്കുമ്പോഴുമൊക്കെ എങ്ങനെയാണ്? ഇവർ കേൾക്കെ തന്നെ പറയണം അത്. അല്ല, മൊത്തത്തില് കേരളത്തില് പൊളിറ്റിക്സില് സ്ത്രീകൾക്ക് ഉള്ള സ്പേസ് കുറവാണ് എന്ന് എല്ലാ വേദികളിലും സെമിനാറുകളിലും പറയുന്ന ഒരാളാണ് ഞാനും. എനിക്ക് തോന്നുന്നു കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സ്ത്രീകളും. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് കുറച്ചും കൂടിയും സ്പേസ് കിട്ടുന്നുണ്ട്, കുറച്ചും കൂടിയും ഒരു ഡിസിഷൻ മേക്കിംഗ് രംഗങ്ങളിലേക്ക് സ്ത്രീകള് എല്ലാ മേഖലകളിലേക്കും കയറി വരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള പുനഃസംഘടനാ കാര്യങ്ങളിലായാലും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആയാലും KSUവിന്റെ ആയാലും സ്ത്രീകൾ ഇത്രയും അക്കോമഡേറ്റ് ചെയ്യപ്പെടണം എന്ന് KPCC മുതലുള്ള ലീഡേഴ്സ് ശ്രദ്ധയോടുകൂടി അത് നോക്കാറുണ്ട്, അത് പരിശോധിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് ഒരു സീരിയസ്നെസ് ഇപ്പോൾ കിട്ടാറുണ്ട്. കുറച്ചും കൂടി ഭേദപ്പെട്ട അവസ്ഥയിലേക്കാണ് ഇനിയുള്ള കാലം ഡിമാൻഡ് ചെയ്യുന്നതും. ഒരു ജെൻഡർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം ഏറ്റുപറയാതെ അല്ലെങ്കിൽ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ കാലഘട്ടത്തിൽ
ഏത് രാഷ്ട്രീയ കക്ഷി ആയാലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സൊസൈറ്റി മാറിക്കഴിഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മറ്റ് ഈ ട്രോളുകളെയൊക്കെ എങ്ങനെയാ കാണുന്നത്? അപ്പം രാഷ്ട്രീയ വിവാദങ്ങൾ അതൊക്കെ കൺഫൈൻമെന്റ് ഇല്ല എന്നുള്ളതാണ്. പണ്ട് ജോഗ്രാഫിക്കലി കൺഫൈൻമെന്റ് ഇല്ല, ഐഡിയോളജിക്കൽ കൺഫൈൻമെന്റ് ഇല്ല. അതായത് ഇപ്പോൾ ആ കാണുന്ന ചുമരിൽ ഒട്ടിച്ച ഒരു സാധനം ഇതുവഴി നടന്നു പോകുന്ന ഒരാളെ കാണുമായിരുന്നുള്ളൂ. പക്ഷേ ഒരു പോസ്റ്റ് ഇപ്പം ഇട്ടാൽ അത് എവിടെയുള്ള ആളുകളെ കാണുക അറിയില്ല. നല്ലതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ രാഹുലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇപ്പം ഇപ്പൊ ആ പാലം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തിലെ പാലാണെന്ന് പറഞ്ഞിട്ടിരുന്ന ഒരു പാലത്തിന്റെ ഒരു മരത്തടിക്ക് പകരം രാഹുൽ അവിടെ പോയി നിന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിലല്ല എന്നുള്ളതും അത് വേറൊരു സ്ഥലത്താണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ വെറുതെ കെട്ടിവെക്കുന്നതാണെന്നുള്ള സത്യം ഭയങ്കരമായിട്ട് വലിയ റീച്ച്, ലക്ഷക്കണക്കിന് ലൈക്ക് കിട്ടുന്ന അല്ലെങ്കിൽ വ്യൂസ് കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട്, മില്യണിന്റെ മേലെ വ്യൂ കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് അത് മാറി. അപ്പോൾ നമുക്ക് എന്താണ് ഷാഫി പറമ്പിലും നമ്മുടെ രാഹുൽ മാങ്കൂളത്തിലും വടകരയിൽ ചർച്ച ചെയ്തത്, ആ വിഷയം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഷെഹനാസിന് ഒരു മറുപടി കൊടുക്കാനുണ്ട്, CPM-ന് ഒരു മറുപടി കൊടുക്കാനുണ്ട്. ആദ്യം ഷെഹനാസ്, രാഹുൽ മാങ്കൂടത്തിൽ കുടുങ്ങിയെന്നറിയുമ്പോൾ ഷെഹനാസ് മീഡിയാസിന് മുമ്പിൽ വന്ന് പറഞ്ഞു, രാഹുൽ മാങ്കൂടത്തിൽ എനിക്കും മോശമായി മെസ്സേജ് അയച്ചു. അതായത് കർഷക സമരത്തിന് പോകുമ്പോൾ മോശമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് റൂം എടുക്കാമെന്നൊക്കെ രാഹുൽ മാങ്കൂടത്തിൽ മെസ്സേജ് അയച്ചു എന്ന് പച്ചക്കളവ് ഷെഹനാസ് പറയുകയാണ്. ഷെഹനാസ്, നീ ഈ വീഡിയോ കാണണം. അതായത് ഈ പെൺകുട്ടി പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂടത്തിൻ്റെയും ഷാഫി പറമ്പിൻ്റെയും ഒപ്പമുള്ള പെൺകുട്ടി എന്താണ് പറഞ്ഞത്? കോൺഗ്രസ് നല്ലതാണ്, കോൺഗ്രസിൽ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് ഉണ്ട്, വേറെ എല്ലാ പാർട്ടിയേക്കാളും സ്ത്രീകൾക്ക് സുരക്ഷയുള്ളൊരു പാർട്ടി കോൺഗ്രസ് ആണെന്നാണ്. അപ്പോൾ ഷെഹനാസ് എന്തിനാണ് പച്ചക്കളവ് പറഞ്ഞത്? BJP-ക്കാരിൽ നിന്നും CPM-കാരിൽ നിന്നും ലക്ഷക്കണക്കിന് പൈസ ഷെഹനാസ് മേടിച്ചു. അവർ പറഞ്ഞു അത്രേ ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് നീ പറയണം. അപ്പോൾ ഷെഹനാസ് കുടുങ്ങിയ ഒരാളല്ലേ, രാഹുൽ ഇപ്പോൾ കുടുങ്ങിയ ഒരാളാണ്, അവന് എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് പച്ചക്കള്ളം ഷെഹനാസ് പറയുകയാണ്. നാണവും മാനവും ഇല്ലാത്തവൾ, പൈസയ്ക്ക് വേണ്ടി പച്ചക്കളവ് വിളമ്പിയവൾ. അപ്പോൾ നമ്മൾ അടുത്തതായി കമ്മികൾക്കുള്ള മറുപടി കൊടുക്കാം. എടാ പിണറായി, നീയൊക്കെ നല്ല രീതിയിൽ മരിച്ചു പോവോ പിണറായി? പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ലൈഫ് ഇല്ലാതാക്കിയിട്ട്, പാവപ്പെട്ട ചെറുപ്പക്കാരനെതിരെ ഒരു കള്ളഗർഭം കൊന്നു വന്നിട്ട് നീയൊക്കെ കേസെടുത്തിട്ട് ആ പയ്യനെ പാവം അറസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് പീഡന വീരണെന്നൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ വാർത്ത കൊടുത്തു. നാണമുണ്ടോ പിണറായി നിനക്കൊക്കെ? ദൈവം ചോദിക്കുമെന്ന് പിണറായി വിജയനോട് ഞാൻ പറയുകയാണ്. അപ്പോൾ വടകരയിൽ എന്താണ് ചർച്ചയായത്? നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൻ്റെ സീറ്റ്, അതായത് എന്ത് ചെയ്യുമെന്ന് അറിയാതെയാണ് കോൺഗ്രസ് നിലവിലുള്ളത്. ഷാഫി പറമ്പിൽ പറയുന്നത് രാഹുലിനെ ഇന്ത്യ സഖ്യമായി മത്സരിക്കണം. അതായത് കോൺഗ്രസിൽ അല്ലെങ്കിൽ ഒരു തൃണമൂലിലോ ഒരു കാറിൻ്റെ ചിഹ്നത്തിലോ രാഹുൽ മാങ്കൂടത്തിനെ മത്സരിപ്പിക്കണമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതിനെക്കുറിച്ചും കേസിനെ കുറിച്ചുമാണ് ഇവർ ഷാഫി പറമ്പിലിൻ്റെ ഗോഡമിൽ വെച്ച് സംസാരിച്ചത്. എന്തിനാണ് ഗോഡമിലേക്ക് പോയത്? ഇല്ലെങ്കിൽ മീഡിയാസ് വരും, മാധ്യമങ്ങൾ വരും, ഇതാകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് സീക്രട്ട് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതായത് PV അൻവറിനാണ് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിലെ പകരക്കാരനായി VD സതീശൻ കൊണ്ടുവരുന്നത്. PV അൻവറിനെ എന്ന് പറയുകയാണ്. അതിന് ഞാൻ വിമർശിക്കും. VD സതീശനെതിരെ വിമർശിച്ച് ശക്തമായ രീതിയിലൊരു വീഡിയോ ഞാൻ ഉടനെ റെഡിയാക്കും. ഏകദേശം ഒരു 2 മണിയാവും, 3 മണീൻ്റെ ഇടയിലോ 12 മണീൻ്റെ ഇടയിലോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, ബൈ.